ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിലുള്ള ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ള അവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നേർത്ത അവിലാണ് കേട്ടോ, ഒട്ടും തന്നെ കട്ടിയില്ലാത്ത നല്ല തിന്നായിട്ടുള്ള അവിലാണ്. അതുകൊണ്ടാണ് 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ബ്രൗൺ കളറുള്ള അവിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള അവിലാണെങ്കിൽ 1 കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മൾ കയ്യിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല പോലെ തന്നെ ഒന്ന് പൊടി വരും. ആ ഒരു പരുവത്തിലാവണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ടത് വേറൊരു പാനിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു തേങ്ങ നമുക്ക് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യ് ഉപയോഗിക്കുന്നില്ല. തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. തേങ്ങ ഉണ്ടാകുമ്പം നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അതെന്തായാലും ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് ഒന്നൊന്ന് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ആ സെയിം പാനിൽ തന്നെ കുറച്ചൊന്ന് നെയ്യാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ പഴം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പഴം നമുക്ക് നല്ല പോലെ ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് കളർ ചേഞ്ചായി നല്ല പോലെ തന്നെ പഴുത്ത പഴം എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കായിട്ട് കിട്ടും. അപ്പം കറുത്ത് പോയിട്ടുള്ള പഴുത്ത പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ള അവിലും അതുപോലെ തേങ്ങയും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ട് പൊടിച്ചെടുക്കുക. തേങ്ങയും അവിലും പൊടിച്ചെടുക്കുമ്പം നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഞാനൊന്ന് തരിയായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ആ ഒരു പാനിൽ തന്നെ കുറച്ച് 1 കപ്പിൻ്റെ അടുത്തായിട്ട് 1/4 കപ്പോളാണ് ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് 1 കപ്പോളം വെള്ളം കൂടിയും ഒഴിച്ച് കൊടുക്കുക. എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ചിട്ട് ശർക്കരൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു നല്ല പോലെ പാകത്തിനുള്ള മധുരമാണ്. മധുരം അത്യാവശ്യം വേണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂട്ടിയൊക്കെ എടുക്കാം. അതുപോലെ ഏലക്ക പൊടിച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏലക്ക ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ ഈ ഒരു ശർക്കര. നല്ല പോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ആ ഒരു അവിലും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള പഴം കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഈ ഒരു ശർക്കര പാനിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുമ്പം ഈ ഒരു പാനിൽ നിന്നും ഈ ഒരു കൂട്ട് വിട്ട് വരുന്ന പരുവത്തിലാണിത് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പരുവാവുന്ന വരെ ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് ഒഴിവാവുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അതിൽ നിന്ന് വിട്ട് വരുന്ന ആ പരുവാവണ വരെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി എടുക്കാം. ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഉരുളകളാക്കിയിട്ട് ഏത് ഷേപ്പിലും ആക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയോളം ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.